ആശ്വാസം നേടാം. ഹൃത്തിനുള്ളിൽ ജീവൻ നൽകും വചനം, തിരുവചനം. ദൈവപിതാവിൻ്റെ സ്നേഹവാത്സല്യവും ക്രിസ്തുവിൻ്റെ കൃപാകടാക്ഷവും പരിശുദ്ധാത്മാവിൻ്റെ നിറവും നിങ്ങളിൽ സമൃദ്ധമാകട്ടെ. നമ്മളൊക്കെ ഒരുപാട് സ്വപ്നങ്ങൾ കാണാറുണ്ട്. ചിലതൊക്കെ നടക്കും, ചിലതൊക്കെ തകർന്നു പോകും. എന്നാൽ ജീവിതത്തിൽ ദൈവം തരുന്ന സ്വപ്നങ്ങളെ കുറച്ചുകൂടി ഗൗരവത്തിലെടുക്കണം. ഒരുപക്ഷെ നമ്മുടെ ഭാവിയെ നിർണ്ണയിക്കുന്ന ദൈവത്തിൻ്റെ ഇടപെടലുകളാണ് ചില സ്വപ്നങ്ങൾ. ഓർക്കുന്നത് യാക്കോബിനെയാണ്. പഴയ നിയമത്തിലെ യാക്കോബ് സ്വന്തം സഹോദരൻ ഏസാവ് ശത്രുപാളയമടിച്ച് അവനെ വധിക്കുവാൻ തീരുമാനിച്ചപ്പോൾ അവൻ്റെ അമ്മ അവനോട് ഹാരാനിലേക്ക് ഓടിപ്പോകാൻ പറയുന്നുണ്ട്. സ്വന്തം പിതാവിൻ്റെ മരണവേദനയിൽ എല്ലാം വിട്ട് അമ്മയും പ്രിയപ്പെട്ടവരെയുമൊക്കെ ഉപേക്ഷിച്ചുകൊണ്ട് അവൻ ഹാരാനിലേക്ക് ഓടിപ്പോകുന്നു. ഒടുവിൽ ഒരു രാത്രി ലൂസ് എന്ന പട്ടണത്തിൽ അവൻ തളർന്നുറങ്ങുന്നുണ്ട്. കൈവശമൊന്നുമില്ലാത്തത് കൊണ്ട് കല്ലിനെ തലയണയാക്കിയ അവൻ കിടന്നുറങ്ങുന്നത്. ഉറക്കത്തിൽ അവനൊരു സ്വപ്നം കാണുന്നു, ദൈവത്തിൻ്റെ സ്വപ്നം. അതിൽ അവൻ കാണുന്നത് ഒരു സ്വർഗീയ ഗോവണിയാണ്. ദൈവദൂതന്മാർ ആ ഗോവണിയിലൂടെ താഴേക്കിറങ്ങി വരുന്നതും സ്വർഗത്തിലേക്ക് പോകുന്നതും കണ്ടിട്ടാണ് അവൻ ഉണർന്നത്. ആ സ്വപ്നം കണ്ടിട്ട് അവൻ വിളിച്ചു പറയുന്നുണ്ട്, സത്യമായും ദൈവം ഇവിടെയുണ്ട് എന്നാൽ ഞാനതറിഞ്ഞില്ല. ആ സ്വപ്നം അവന് കൊടുത്ത കരുത്ത ദൈവം അവൻ്റെ കൂടെയുണ്ടെന്ന്. അതിനുശേഷം ആ ലൂസ് എന്ന പട്ടണത്തിൽ അവനൊരു പുതിയ പേര് കൊടുത്തു, ബഥേൽ, ദൈവത്തിൻ്റെ ഭവനം. പിന്നെ അവൻ യാത്ര തുടർന്നു ഹാരാനിലേക്ക്. അവിടെ അവർ ഒരുപാട് കഷ്ടപ്പാടുണ്ടാകുന്നു, ദുരന്തങ്ങളുണ്ടാകുന്നു, വേദനകളുണ്ടാകുന്നു. പക്ഷേ അവൻ തളരുന്നില്ല. കാരണം സ്വപ്നം അവന് കൊടുത്തൊരു കരുത്തുണ്ടായിരുന്നു, ദൈവം അവൻ്റെ കൂടെയുണ്ടെന്ന്. ആ സ്വപ്നത്തിൻ്റെ ബലത്തിൽ അവൻ അവിടെ ജീവിച്ചു. ഒടുവിൽ സ്വന്തം നാട്ടിലേക്ക് ബെർശബയിലേക്ക് അവൻ തിരിച്ചു വരുമ്പോൾ വിജയിയായിട്ടാണ് അവൻ വരുന്നത്. കാരണം ഒന്നും നഷ്ടപ്പെട്ടിട്ടല്ല, എല്ലാം നേടി അവൻ വന്നത്. ഭാര്യമാർ, മക്കൾ, സമ്പത്ത്, ഭൃത്യന്മാർ. സ്വപ്നം അവനെ ഒരു വിജയിയാക്കി മാറ്റി. അവൻ്റെ മക്കളെ എടുക്കുക. 12 മക്കളുണ്ടായിരുന്നു. അതിൽ ഒരു മകൻ ജോസഫ് ഒരുപാട് സ്വപ്നം കാണുന്നവനായിരുന്നു. അവൻ്റെ സ്വപ്നം കണ്ടിട്ട് സഹോദരങ്ങൾ തന്നെ അവനൊരു വെളിപ്പേരിട്ടു, ഡ്രീമർ, സ്വപ്നക്കാരൻ. അവൻ കണ്ടൊരു സ്വപ്നം വയലിലെ കതിർക്കുറ്റികൾ അവനെ വണങ്ങുന്നതായിട്ടാണ്. അതവൻ സ്വന്തം സഹോദരങ്ങളോട് പങ്കുവെച്ചപ്പോൾ അവർ അവൻ്റെ ശത്രുവായിട്ട് മാറി. പിന്നെ മറ്റൊരു സ്വപ്നം അവൻ കണ്ടു, സൂര്യനും ചന്ദ്രനും 11 നക്ഷത്രങ്ങളും അവനെ വണങ്ങുന്ന സ്വപ്നം. അതവൻ അവൻ്റെ പിതാവിനോട് പങ്കുവെച്ചപ്പോൾ പിതാവ് പറഞ്ഞു, നീ എന്താണ് പറയുന്നത്? ഞാനും നിൻ്റെ അമ്മയും 11 സഹോദരങ്ങൾ നിന്നെ വണങ്ങുമെന്നാണോ ഈ സ്വപ്നത്തിൻ്റെ അർത്ഥം? അവൻ്റെ സ്വപ്നം കാരണം അവൻ്റെ പ്രിയപ്പെട്ടവരൊക്കെ അവൻ നകന്നു പോയി. 11 പേർ അവൻ ഒറ്റയ്ക്ക് കിട്ടിയപ്പോൾ ഒരു പൊട്ടക്കിണറ്റിലിട്ട് പിന്നെ ഇസ്മയേൽ ഗോത്രക്കാർക്ക് വിൽക്കുന്നുണ്ട് 20 വെള്ളി നാണയത്തിന്. അവൻ അങ്ങനെ ഈജിപ്തിലെത്തുന്നു, അവിടെ തടവറയിൽ കഴിയുന്നു, അടിമയായിട്ടൊക്കെ ജീവിക്കുന്നു. എപ്പോഴും അവൻ്റെ ജീവിതത്തിന് കരുത്തായിട്ട് മാറിയത് അവൻ കണ്ട സ്വപ്നം. ഒടുവിൽ ആ സ്വപ്നത്തിൻ്റെ സിദ്ധി കൊണ്ട് തന്നെ അവൻ തടവറയിൽ നിന്ന് മോചിതനാകുന്നുണ്ട്. ഫറവോ കണ്ട ഒരു കലുഷിതമായ സ്വപ്നം, അതിൻ്റെ അർത്ഥമറിയാൻ വേണ്ടി ഒടുവിൽ ഈ തടവറയിൽ കിടക്കുന്ന ജോസഫിനെ തന്നെ വിളിക്കുക, അവനത് വ്യാഖ്യാനിച്ചു കൊടുക്കുക. അതിൻ്റെ അർത്ഥം മനസ്സിലാക്കിയ ഫറവോയുടെ പ്രീതി സ്വീകരിച്ച ആ ജോസഫ് പിന്നെ അധികാരത്തിലേക്ക് ഉയരുന്നുണ്ട്. ക്ഷാമകാലം വന്നപ്പോൾ സ്വന്തം സഹോദരങ്ങൾ ഈജിപ്തിൽ അഭയം പ്രാപിച്ചപ്പോൾ അവൻ ചെറുപ്പത്തിൽ കണ്ട ആ സ്വപ്നം തന്നെ പൂവടിഞ്ഞു. അവൻ്റെ അധികാരത്തിന് കീഴിലേക്ക് സ്വന്തം സഹോദരങ്ങൾ അനുനയിക്കപ്പെട്ടു വന്നു. നമ്മുടെ ജീവിതത്തിലും പ്രതിസന്ധികളും ദുഃഖങ്ങളും ദുരന്തങ്ങളും ഉണ്ടാകുമ്പോൾ ചില സ്വപ്നങ്ങളാണ് നമ്മെ മുന്നോട്ട് നയിക്കുന്നത്. പുതിയ നിയമത്തിൽ മറ്റൊരു ജോസഫുണ്ട്, നീതിമാൻ എന്ന വിശേഷണമുള്ള തച്ചനായ ജോസഫ്. അവൻ്റെ ജീവിതത്തിലും ചില കലുഷിതമായ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്നുണ്ട്. എന്താണ് വ്യക്തമായ തീരുമാനമെന്നറിയാതെ ആശങ്കപ്പെട്ടുറങ്ങിയ രാത്രി ദൈവം അയച്ച സ്വപ്നമാണ് അവൻ്റെ യഥാർത്ഥ തീരുമാനത്തിലേക്ക് എത്തിച്ചത്. ഭാര്യയായ മേരിയെ സ്വീകരിക്കാനും ഹെറോദസിൻ്റെ കുടിലതന്ത്രങ്ങളിൽ നിന്നും സ്വന്തം കുഞ്ഞിനെ രക്ഷിച്ച് ഈജിപ്തിലേക്ക് പലായനം ചെയ്യുവാനും
അവന് കരുത്ത് കിട്ടിയത് സ്വപ്നത്തിലെ വെളിപാട് കൊണ്ടാണ്. തീർച്ചയായിട്ടും ചില സ്വപ്നങ്ങൾ നാം ഗൗരവത്തിലെടുക്കണം. അത് ദൈവം തരുന്ന വെളിപാടുകളാണെങ്കിൽ പ്രത്യേകിച്ച്. ഓർക്കുന്നത് മുകുന്ദൻ്റെ മനോഹരം ഒരു കഥയാണ്. മാജിക് ഷോപ്പ് എന്ന ആ കഥയുടെ പേര്. അതിലെ നായകൻ്റെ പേര് സുകുമാരൻ നായരെന്ന. സ്വന്തം നാട് വിട്ട് ഒരുപാട് നാടുകൾ ദേശാടകനെപ്പോൾ അലിഞ്ഞു നടന്നവൻ വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ ജന്മദേശത്തേക്ക് തിരികെ വന്നു. അവിടെ നാൽക്കവലയിൽ അവനൊരു പുതിയ ഷോപ്പ് പണിതു. ആ ഷോപ്പിൻ്റെ മുകളിൽ അവനൊരു പേരെഴുതി വെച്ചു, മാജിക് ഷോപ്പ്. ചില അലമാരിയിൽ കളർ പേപ്പറുകൾ കൊണ്ട് പൊതിഞ്ഞ ഒരുപാട് ബോക്സുകൾ കണ്ട് ജനങ്ങൾ ആകാംക്ഷയോടെ വിചാരിച്ചത് മിഠായി കടയായിരിക്കുമെന്നാണ്. അങ്ങനെ അവർ മടങ്ങിപ്പോകാൻ ആരംഭിച്ചപ്പോൾ സുകുമാരൻ നായർ പറഞ്ഞു, ഇത് മിഠായിയൊന്നുമല്ല, സ്വപ്നം കാണാനുള്ള ഗുളികകളാണ്. നിങ്ങൾക്കിഷ്ടമുള്ള സ്വപ്നങ്ങൾ കാണാം. എല്ലാവരും സങ്കടങ്ങളും ദുരന്തങ്ങളിലുമൊക്കെയാണ്. ദാരിദ്ര്യമാണ് ലോകം മുഴുവനും. ദാരിദ്ര്യമില്ലാത്തവർക്ക് രോഗങ്ങളുണ്ട്. എല്ലാവരും ആഗ്രഹിക്കുന്നുണ്ട് ഒരു രാത്രിയെങ്കിലും എല്ലാം മറന്നൊന്ന് സ്വപ്നം കണ്ട് ഉറങ്ങാൻ. അതിനുള്ള അവസരമാണ് ഈ ഗുളികകൾ. ഇഷ്ടമുള്ള സ്വപ്നങ്ങൾ കണ്ട് നിങ്ങൾ ഉറങ്ങണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു രാത്രിയിലെങ്കിലും. ഇതിൽ ലാഭനഷ്ടങ്ങളൊന്നുമില്ല. അദ്ദേഹത്തിൻ്റെ വാക്കുകൾ കേട്ട് ജനങ്ങൾ തടിച്ചുകൂടി പലരും ഈ സ്വപ്നങ്ങളുടെ ഗുളിക വാങ്ങിക്കാൻ ആരംഭിച്ചു. ഈ വാക്കുകൾ രതിസുഖങ്ങളുടെ ഗുളികയാണ് വാങ്ങിച്ചത്. ഒരു പഴയ ഗാന്ധിയനാകട്ടെ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ തീഷ്ണ ഉളവാക്കുന്നൊരു ഗുളിക വാങ്ങിച്ചു. ഒരു കമ്മ്യൂണിസ്റ്റുകാരനാകട്ടെ ഭൂമി ചുമക്കുന്നു എന്ന സ്വപ്നവും വാങ്ങിച്ചത്. ആളുകൾ വന്നു, ഇയാൾ നിർലോഭം കൊടുത്തു, പലർക്കും കടം കൊടുത്തു. ലാഭത്തെക്കുറിച്ചൊന്നും അധികം യാകുലപ്പെട്ടില്ല. ഇയാൾ നല്ലൊരു ബിസിനസ്സുകാരനായിരുന്നില്ല. എന്നിട്ടും അയാളുടെ കട വൻ വിജയമായിരുന്നു. ഈ കഥ വായിച്ചപ്പോൾ മനസ്സിലേക്ക് വന്നത് ദൈവം തന്നെയാണ്. ദൈവവും ഇങ്ങനൊരു കടക്കാരനല്ലേ. മനുഷ്യരുടെ സങ്കടങ്ങളിലേക്ക് ദൈവം ചില സ്വപ്നങ്ങൾ തരുന്നു, മുന്നോട്ട് പോകാൻ പ്രതീക്ഷയുടെ കരുത്തായിട്ട്. ക്രിസ്തു ഈ ഭൂമിയിൽ അവതരിച്ചത് നിത്യതയുടെ സ്വപ്നവുമായിട്ടല്ലേ? ഒന്ന് ഓർത്തു നോക്കുക. ആശ നഷ്ടപ്പെട്ട പാപികൾക്ക് പോലും സ്വർഗം മോഹിക്കാനുള്ള സ്വപ്നങ്ങളുടെ അവസരം ക്രിസ്തു നൽകി. ആത്മാവിൽ ദരിദ്രരെ കണ്ടപ്പോൾ ക്രിസ്തു പറഞ്ഞു, സ്വർഗരാജ്യം നിങ്ങൾക്കുള്ളതാണ്. അതൊരു സ്വപ്നമാണ്. ഹൃദയശുദ്ധിയുള്ളവരോട് യേശു വീണ്ടും ഒരു സ്വപ്നം പറഞ്ഞു, നിങ്ങൾ ദൈവത്തെ കാണുമെന്ന്. അതെ, ഗിരിപ്രഭാഷണം മുഴുവനും ക്രിസ്തുവിൻ്റെ നിത്യതയുടെ സ്വപ്നങ്ങൾ തന്നെയാണ്. അവൻ അവൻ്റെതൊക്കെ മറ്റുള്ളവർക്ക് കൊടുത്തു. സ്വന്തം അമ്മയെ യോഹന്നാന് കൊടുത്തു, നാണയം യൂദാസിന് കൊടുത്തു, സ്വന്തം ശരീരരക്തം ശിഷ്യന്മാർക്ക് കൊടുത്തു, വചനം മാനവരാശിക്ക് കൊടുത്തു, ഉടുവസ്ത്രം പടയാളികൾക്ക് കൊടുത്തു. എന്നാൽ അവനുള്ളിൽ സൂക്ഷിച്ചൊരു സ്വപ്നം ഉണ്ടായിരുന്നു. അത് മരണത്തെ തോൽപ്പിക്കുന്ന സ്വപ്നമാണ്. ഒടുവിൽ അവൻ മരിച്ച് മൂന്നാം നാൾ ഉദ്ധിതനായി ആ സ്വപ്നം സാക്ഷാത്കരിച്ചു. ക്രിസ്തു നമുക്ക് പങ്കുവെച്ചത് നിത്യതയുടെ സ്വപ്നങ്ങൾ തന്നെയാണ്. ബുദ്ധൻ പറയുന്നുണ്ട്, ആരും ആഗ്രഹിക്കരുതെന്ന്. ആഗ്രഹം സങ്കടത്തിന് കാരണമാകുമെന്ന്. ഒരാഗ്രഹവുമില്ലാതൊരുവൻ എങ്ങനെയാണ് ജീവിക്കാനാകുക? ഒരു സ്വപ്നവുമില്ലാതൊരുവൻ എങ്ങനെയാണ് മുന്നോട്ട് പോകാനാകുക? സ്വപ്നങ്ങൾ വേണം. അത് മുന്നോട്ട് പോകുന്ന നിത്യതയുടെ നന്മയുടെ കാരുണ്യത്തിൻ്റെ സ്വപ്നമാകണമെന്ന് മാത്രം. സത്യത്തിൽ ബുദ്ധനും കണ്ടൊരു സ്വപ്നം, അത് നിർവ്വാണയാണ്. ഒരാഗ്രഹവുമില്ലാതെ ജീവിക്കുക എന്നതും ഒരാഗ്രഹമല്ലേ? അതാണ് നിർവ്വാണ. എന്നാൽ ഉചിതമായ സ്വപ്നം കാണാൻ പഠിപ്പിച്ചത് ക്രിസ്തുവാണ്. അവൻ ഈ ഭൂമിയുടെ സങ്കടങ്ങൾക്കും ദുരന്തങ്ങൾക്കും അപ്പുറം നിത്യതയിൽ എത്തിത്തേരുന്ന സ്വപ്നങ്ങളാണ് നമുക്ക് കൈമാറിയത്. ജീവിതത്തിൽ പ്രത്യാശ വേണം. ഈ സങ്കടങ്ങൾക്ക് അപ്പുറത്ത് സ്വപ്നം കാണാനുള്ള കരുത്ത് വേണം. ഒരുവൻ്റെ ജീവിതത്തിൻ്റെ ഭാവി നിർണ്ണയിക്കുന്നത് അവൻ കാണുന്ന സ്വപ്നങ്ങളിലൂടെയാണ്. മോശപ്പെട്ട സ്വപ്നങ്ങൾ കണ്ട് നമ്മുടെ ഭാവി മോശത്തിലേക്ക് അവസാനിക്കാം. ഉചിതവും യോഗ്യവും സ്വീകാര്യവുമായ സ്വപ്നം കണ്ട് നമ്മുടെ ഭാവിയെ കുറേ കൂടി ഉദാത്തവൽക്കരിക്കാം. നാം കാണുന്ന സ്വപ്നം നമ്മുടെ ഭാവിയെ നിർണ്ണയിക്കും. നിത്യതയെ തൊടുന്ന സ്വപ്നങ്ങൾ പലരും കാണാറില്ല. ചെറിയ ചെറിയ സ്വപ്നങ്ങൾ, അവിടെ സ്വാർത്ഥതയുടെ അടയാളമായ സ്വപ്നങ്ങൾ. അയൽവാസി പെൺകുട്ടിയെ വിവാഹം കഴിക്കുന്നതും ഒളിച്ചോടിപ്പോയി പണക്കാരനായി തിരിച്ചു വരുന്നതും ഇന്ത്യൻ ക്രിക്കറ്റിൽ ഒരു കളിക്കാരനാകുന്നതുമായ കൊച്ചു കൊച്ചു സ്വപ്നങ്ങൾ കണ്ടിട്ടാണ് പലരും ജീവിക്കുന്നത്. അതിനപ്പുറം ആഴത്തിൽ നിത്യതയിൽ തൊടുന്ന ദൈവികമായ സ്വപ്നങ്ങൾ നമ്മൾ സ്വന്തമാക്കേണ്ടതുണ്ട്. നാം കാണുന്ന നിസ്സാരമായ സ്വപ്നങ്ങളൊക്കെ മരണത്തോടെ അവസാനിക്കും. ഹൗ മെനി ഡ്രീംസ് ആർ ലേ ബറീഡ് ഹിയർ എന്ന് എഴുതി വെച്ചിരിക്കുന്ന ഒരു കല്ലറയുണ്ട്. അത് പല കല്ലറയിലും ചേർക്കാവുന്ന ഉദ്ധരണി തന്നെയാണ്. എത്ര എത്ര സ്വപ്നങ്ങൾ മനുഷ്യർ കാണുന്നു.
എല്ലാം സാക്ഷാത്കരിക്കപ്പെടുന്നില്ല, പലതും മരണത്തോടില്ലാതെ പോകുന്നു. നമ്മുടെ തകരുന്ന സ്വപ്നങ്ങൾക്ക് മധ്യേ ദൈവത്തെ കാണാൻ നമുക്കാകണം. എങ്കിൽ ദൈവം അനശ്വരമായ സ്വപ്നങ്ങൾ നമുക്ക് കൈമാറും. ഒരുപക്ഷെ നല്ലൊരു ചെറുപ്പക്കാരനെ വിവാഹം കഴിക്കാൻ യുവതികൾ ആഗ്രഹിക്കുന്നു. വിവാഹം കഴിച്ചു കഴിയുമ്പോൾ മോശപ്പെട്ട ഒരു ജീവിത പങ്കാളിയാണെങ്കിൽ ആ സ്വപ്നം തകർന്നു. നല്ലൊരു ജോലിക്ക് വേണ്ടി ഒരു യുവാവ് ആഗ്രഹിക്കുന്നു. പഠിച്ച് ആ ജോലി സ്ഥലത്ത് എത്തുമ്പോൾ മോശപ്പെട്ട സാഹചര്യങ്ങൾ കൊണ്ട് അയാൾക്കും സ്വപ്ന തകർച്ചയുണ്ടാകാം. സമർപ്പണ ജീവിതത്തിലേക്ക് വരാൻ ആഗ്രഹിക്കുന്ന ഒരാൾ, അതിലെ പ്രശ്നങ്ങൾ ഒരുപക്ഷെ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലും സങ്കടങ്ങളുണ്ടാക്കാം. സങ്കടങ്ങളും ദുഃഖങ്ങളും സ്വപ്ന തകർച്ചകളുമൊക്കെ സ്വാഭാവികമാണ്. എന്നാൽ അതിൻ്റെ മധ്യേ ദൈവത്തെ കാണുക, അതാണ് ആദ്യത്തെ നിയോഗം. എങ്കിൽ ദൈവം തരും അനശ്വരമായ ചില സ്വപ്നങ്ങൾ. ഒന്നോർത്ത് നോക്കുക. കിടക്കുന്നെത്തിയ പൂജാ രാജാക്കന്മാർ, അവരുടെ ഉള്ളിലൊരു ആഗ്രഹവും സ്വപ്നമൊക്കെ ഉണ്ടായിരുന്നു. രക്ഷകനെ കാണുക എന്നത് ഉചിതമായൊരിടത്ത്. ആ പ്രതീക്ഷയോടെയാണ് അവർ ഹെറോദസിൻ്റെ കൊട്ടാരത്തിലേക്ക് പോയത്. അവിടെ കണ്ടില്ല. അവിടെ ആഗ്രഹങ്ങൾ തകർന്നു, സ്വപ്ന തകർച്ചയുണ്ടായി. ഒടുവിലെത്തിയതാകട്ടെ ഒരു കാലിത്തൊഴുത്തില, മോശപ്പെട്ടൊരിടത്ത്. എങ്കിലും അവൻ നിരാശരായില്ല. ഔണ്ണീശുവിൻ്റെ മുമ്പിൽ കാഴ്ചകൾ സമർപ്പിച്ചു, ആരാധിച്ചു, ദൈവത്തെ കണ്ടു. പിന്നെ വചനം പറയുന്നത് അവർക്കൊരു സ്വപ്നമുണ്ടായെന്ന്. ആ സ്വപ്നത്തിന് കിട്ടിയ വെളിപാടനുസരിച്ച് അവർ മറ്റൊരു വഴിയെ പോയി. ദൈവത്തിൻ്റെ വെളിപാടുകൾ അപ്പോഴാണ് അവർക്ക് കിട്ടിയത്. ആ തകർച്ചയുടെ നടുവിൽ ഉണ്ണീശുവിനെ കണ്ട് ആരാധിക്കാൻ മനസ്സ് കാണിച്ചപ്പോൾ. ഒന്നോർത്ത് നോക്കുക. മോശ ഏറ്റവും കൂടുതൽ സൗഭാഗ്യങ്ങളുടെ നടുവിൽ ജീവിച്ചൊരു ഇസ്രായേൽക്കാരനാണ്. കാരണം അവൻ ഫറവോയുടെ പുത്രിയുടെ വളർത്ത മകനായിരുന്നു. എല്ലാ ഇസ്രായേൽക്കാരും അടിമത്തത്തിൻ്റെ വേദന അനുഭവിച്ചപ്പോൾ അവൻ രാജകൊട്ടാരത്തിൽ സുഭിക്ഷമായിട്ട് ജീവിച്ചു. ഒരു ദിവസം മുൻകോപം മൂലം അവനൊരു ഈജിപ്തുകാരനെ വധിച്ചു. അതോടെ അവൻ ഫറവോയുടെ ശത്രുവായിട്ട് മാറി. അവൻ്റെ സുഖസൗകര്യങ്ങളൊക്കെ നഷ്ടപ്പെട്ട് പ്രാണരക്ഷാർത്ഥം അവൻ ഈജിപ്തിൽ നിന്ന് ഓടിപ്പോകുന്നു. അന്യൻ്റെ വീട്ടിൽ അവൻ്റെ ആടുകളെ മേയിച്ചൊരു കഷ്ടകാലം അവനുണ്ടാകുന്നുണ്ട്. ആ തകർച്ചയുടെ മുൾച്ചെടിയിൽ അവൻ കാണുന്നുണ്ട് ദൈവ സാന്നിധ്യത്തിൻ്റെ അഗ്നി. അതിനെ ആരാധിച്ചപ്പോൾ ദൈവം അവന് മറ്റൊരു സ്വപ്നം കൊടുത്തു. ഈ ഈജിപ്തിൽ നിന്നും ഇസ്രായേൽ ജനത്തെ മോചിപ്പിച്ച് വാഗ്ദത്തത്തിൽ കൊണ്ടുപോകുന്ന ആ ഏറ്റവും നല്ല സ്വപ്നം, വലിയൊരു നിയോഗമാണ് മോശ ഏൽപ്പിച്ചത്. അവൻ ആ സങ്കടങ്ങളുടെ മുള്ളിൽ ദൈവത്തെ കണ്ട് ആരാധിച്ചതുകൊണ്ടാണ്. നമ്മുടെ തകർച്ചയുടെ മധ്യേ ദൈവത്തെ കാണാനാകണം. എങ്കിൽ അവൻ കുറേ കൂടി ഉദാത്തമായ അനശ്വരമായ സ്വപ്നങ്ങൾ നമുക്ക് കൈമാറും. ഓർക്കുന്നത് ജിയോവാൻ എന്നൊരു ചെറുപ്പക്കാരനാണ്. ചെറുപ്പത്തിൽ അവൻ്റെ ഒരു സ്വപ്നം ഉണ്ടായിരുന്നു. അവൻ്റെ അമ്മ കൈമാറിയ സ്വപ്നം അത് മറ്റൊന്നുമല്ല, മാർപ്പാപ്പയുടെ പല്ലക്ക് ചുമക്കുന്ന സ്വപ്നം. അമ്മയിലൂടെയാണ് അവൻ ആ സ്വപ്നം അവന് കിട്ടിയത്. എല്ലാവർക്കും മാർപ്പാപ്പയുടെ പല്ലക്കൊന്നും ചുമക്കാൻ പറ്റില്ല. നോബൽ ഗാർഡ് എന്നറിയപ്പെടുന്ന പ്രത്യേകം തിരഞ്ഞെടുക്കപ്പെടുന്ന പടയാളികൾക്ക് മാത്രം. അതിലെത്തിച്ചേരാൻ ഒരുപാട് പരീക്ഷകളൊക്കെ ഉണ്ട്. ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഒരിക്കൽ മാത്രമേ അവസരമുള്ളൂ. തോറ്റുപോയ രണ്ടാമതൊരു അവസരവുമില്ല. ഒരുപാട് അവൻ പ്രയത്നിച്ചു, അധ്വാനിച്ചു. ഒടുവിൽ ആ പരിശീലനത്തിലേക്ക് അവൻ വന്നു. എന്തുകൊണ്ടോ ആ പരീക്ഷണത്തിൽ അവൻ പരാജയപ്പെട്ടു, തോറ്റു താഴേക്ക് പോന്നു. അവൻ്റെ സ്വപ്നങ്ങൾ തകർന്നുപോയി. വല്ലാത്ത വിഷമത്തോടെ ഇടവക ദേവാലയത്തിൽ ആൾത്താരയ്ക്ക് മുമ്പിൽ നിന്നുകൊണ്ട് ജിയോവാനി സങ്കടപ്പെട്ട ദൈവത്തോടും, ദൈവമേ, ഞാൻ കണ്ടതൊരു കൊച്ചു സ്വപ്നം, നിൻ്റെ മാർപ്പാപ്പയുടെ പല്ലക്ക് ചുമക്കുന്ന സ്വപ്നം. എന്തോ എനിക്കതിൽ കഴിഞ്ഞില്ല. വലിയ വലിയ സ്വപ്നങ്ങളൊന്നും ഞാൻ കണ്ടില്ല. പ്രധാനമന്ത്രിയാകാനോ സൈനാധിപനാകാനോ ഒന്നും. നിൻ്റെ ദാസനായ മാർപ്പാപ്പയുടെ പല്ലക്ക് ചുമക്കാനാണ്. എന്തുകൊണ്ടാണ് നീ അത് തകർത്ത് കളഞ്ഞത്? വേദനയോടെ അവൻ കരഞ്ഞ് പ്രാർത്ഥിക്കുന്നു. തൊട്ടടുത്ത് നിന്നുകൊണ്ട് വികാരിയച്ഛൻ കണ്ടു. അടുത്ത് വന്നിട്ട് അവൻ ആശ്വസിപ്പിച്ചുകൊണ്ട് പറഞ്ഞു, നീ സ്വപ്നം കണ്ടത് മാർപ്പാപ്പയുടെ പല്ലക്ക് ചുമക്കാനല്ലേ? എന്തുകൊണ്ട് നിനക്ക് സെമിനാരിക്കലൊരു വൈദികനായി ദൈവത്തിൻ്റെ പല്ലക്ക് ചുമന്നുകൂടാ? വെറുമൊരു ദാസൻ്റെ പല്ലക്ക് ചുമക്കുന്നതിലും ശ്രേഷ്ഠമല്ല യജമാനനായി ദൈവത്തിൻ്റെ പല്ലക്ക് ചുമക്കുന്നത്. ആ വാക്ക് ജിയോവാനിക്കൊരു വെളിപാടായി. താൻ കണ്ട സ്വപ്നത്തേക്കാൾ ഉദിഷ്ടമായൊരു സ്വപ്നമുണ്ടെന്ന് അവൻ തിരിച്ചറിഞ്ഞു. പിന്നെ അവൻ സെമിനാരി കയറി വർഷങ്ങളോളം പഠിച്ചു. ഒരു വൈദികനായി സ്പൊളോറ്റായിൽ വെച്ച് 35-ാം വയസ്സിൽ ഈ വൈദികനൊരു മെത്രാനായി. 48-ാം വയസ്സിൽ ഈ മെത്രാൻ ഒരു കർദിനാളായി.
54 വയസ്സിൽ കർദിനാൾ മാർപ്പാപ്പയായി. 9-ാം പിയൂസ് മാർപ്പാപ്പ തിരുസഭയെ 32 വർഷം നയിച്ച ഒരു മാർപ്പാപ്പയാണ് 9-ാം പിയൂസ് മാർപ്പാപ്പ. ജിയോവാനി എന്ന ചെറുപ്പക്കാരൻ കണ്ട ഒരു സ്വപ്നം മാർപ്പാപ്പയുടെ പല്ലക്ക് ചുമക്കാനാണ്. ആ സ്വപ്നം തകർന്നപ്പോൾ അതിന് മധ്യ ദൈവത്തിൻ്റെ വെളിപാടിന് മുമ്പിൽ കീഴടങ്ങിയപ്പോൾ ദൈവം അവനെ മാർപ്പാപ്പയാക്കി ഉയർത്തി. 32 വർഷം തിരുസഭയെ ആത്മീയമായിട്ട് നയിച്ച കരുത്തുള്ളൊരു മാർപ്പാപ്പയാക്കി മാറ്റി. ഇതാണ് സത്യം. നാം കാണുന്ന കൊച്ചു കൊച്ചു സ്വപ്നങ്ങളൊക്കെ തകർന്നേക്കാം, ഇല്ലായിരിക്കാം. പക്ഷെ അതിൻ്റെ മധ്യ ദൈവത്തെ കാണുക. ദൈവത്തിന് നമ്മളെക്കുറിച്ചൊരു സ്വപ്നമുണ്ടെന്ന് തിരിച്ചറിയുക. അത് തിരിച്ചറിഞ്ഞാൽ അതിന് കീഴടങ്ങുക. തീർച്ചയായിട്ടും അത് രക്ഷയുടെ നിത്യതയുടെ സ്വപ്നങ്ങൾ തന്നെയായിരിക്കും. ഓർക്കുകയാണ്, ഒരു മനുഷ്യൻ കപ്പൽ ഛേദനത്തിൽപ്പെട്ട് ഒരു ദ്വീപിൽ ഒറ്റപ്പെട്ടു. അവൻ എന്നും പ്രാർത്ഥിക്കും രക്ഷപ്പെടാൻ വേണ്ടി, ദൈവം ഇടപെടാൻ വേണ്ടി. ദൈവം ഇടപെട്ടില്ല, അവൻ്റെ പ്രാർത്ഥന കേട്ടില്ല, ആരും രക്ഷയ്ക്ക് വന്നില്ല. ഒടുവിൽ അവൻ അവിടെ തന്നെ ജീവിക്കാൻ തീരുമാനിച്ചു. ഒരു ചെറിയ കുടിൽ പണിതു. അവൻ സ്വന്തമെന്ന് കരുതുന്നതൊക്കെ അതിൽ ശേഖരിച്ചു വെച്ചു. ഭക്ഷണം അന്വേഷിച്ച് കാട്ടിലേക്ക് പോയി. ഒടുവിൽ തിരികെ വന്നപ്പോൾ അവൻ കാണുകയാണ്, തൻ്റെ കുടിൽ കത്തിക്കൊണ്ടിരിക്കുന്നു. അഗ്നി ആകാശങ്ങളിലേക്ക് ഉയരുന്നു. അത് കണ്ട് തകർന്ന് ആ മനുഷ്യൻ മുട്ടുനിന്നിട്ട് ദൈവത്തോട് ഇങ്ങനെ പരാതിപ്പെട്ടു. ഞാൻ പ്രാർത്ഥിച്ചതൊന്നും ദൈവം കേട്ടില്ല, എന്നെ രക്ഷിക്കുവാൻ ആരും വന്നില്ല. ഒടുവിൽ ഞാൻ കെട്ടിയ അവസാനത്തെ ആശ്വാസമായി എൻ്റെ കുടിലും നീ തകർത്ത് കളഞ്ഞല്ലോ. എൻ്റെ ദൈവം, നീ എൻ്റെ സ്വപ്നങ്ങളെങ്ങനെ തകർക്കുന്നത്? എന്നെ കരഞ്ഞ് കരഞ്ഞ് അയാൾ ഉറങ്ങിപ്പോയി. പിറ്റേന്ന് പ്രഭാതത്തിൽ ഉണർന്നപ്പോൾ കാണുന്നത് തീരത്തൊരു കപ്പൽ. കപ്പിത്താൻ തൻ്റെ അടുത്തേക്ക് നടന്നു വരുന്നു. സന്തോഷത്തോട് ചാടി എഴുന്നേറ്റ് കപ്പിത്താൻ്റെ അടുത്ത് വന്നിട്ട് അയാൾ ചോദിച്ചു, നിങ്ങളെങ്ങനെ എന്നെ കണ്ടു, ഈ ദ്വീപിൽ ഒറ്റയ്ക്ക് ജീവിച്ച എന്നെ? കപ്പിത്താൻ പറഞ്ഞു, നിങ്ങൾ കാണിച്ച അടയാളം തന്നെ. ഇപ്പോൾ ആകാശത്തേക്ക് ഉയരുന്നത് കണ്ടിട്ടാണ് ഇവിടെ മനുഷ്യവാസമുണ്ടെന്ന് കണ്ടതും ഞാൻ കപ്പലടുപ്പിച്ചതും. അപ്പോഴാ മനുഷ്യർ മനസ്സിലായത്, തന്നെ രക്ഷിക്കുവാൻ ദൈവമയച്ച മാർഗം തന്നെയാണ് തൻ്റെ കുടിൽ കത്തിക്കുക എന്നത്. ചില നേരങ്ങളിൽ ഇങ്ങനെയാണ് നാം കാണുന്ന കൊച്ചു കൊച്ചു സ്വപ്നങ്ങളൊക്കെ തകർക്കുന്ന ദുരന്തങ്ങൾ വരും. അതിൻ്റെ നടുവിലിരുന്നു കൊണ്ട് പരാതിപ്പെടരുത്. കാരണം ഒരുപക്ഷെ ദൈവം നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടി വെച്ച് നീട്ടുന്ന ഉദാത്തമായ സ്വപ്നങ്ങൾ തന്നെയായിരിക്കാം അത്. കുറേ കൂടി ജീവിതത്തെ അർത്ഥപൂർണ്ണമാക്കാൻ, കുറേ കൂടി ധീരതയോട് നമ്മുടെ ജീവിതത്തെ അതിൻ്റെ ഉന്നതിയിലെത്തിക്കുവാൻ ദൈവം തരുന്ന സ്വപ്നങ്ങളെ തിരിച്ചറിയാനുള്ള വെളിച്ചം നമുക്ക് വേണം. ഓർക്കുന്നത് പണ്ടെപ്പോഴും ഡാനിയച്ചൻ പറഞ്ഞൊരു അനുഭവമാണ്. അച്ഛൻ ഫിലോസഫിക്ക് പഠിക്കുക. അടുത്തുള്ള ഒരു വീട് വെഞ്ചരിക്കാൻ ചെന്നപ്പോൾ ആ ബ്രദറിനെ കണ്ടതും ആ വീട്ടിൽ അമ്മ ഓടി വന്നു, ഒരുപാട് സങ്കടത്തോടെ എന്നാൽ സന്തോഷത്തോടെ. ഈ അമ്മ പറഞ്ഞു, ബ്രദറിൻ്റെ പ്രായത്തിൽ ഒരു മകൻ എനിക്കും ഉണ്ടായിരുന്നു, അവൻ സെമിനാരിയിലായിരുന്നു, എന്നാൽ ദൈവം അവനെ നേരത്തെ എടുത്തു. എന്നാൽ സങ്കടപ്പെടാനുള്ള കാരണം മറ്റൊന്നാണ്. തൻ്റെ സ്വപ്നത്തിൽ ഒരിക്കലും മകൻ വരുന്നില്ല. സ്വപ്നത്തിൽ ഒരുപാട് പേർ വരുന്നുണ്ട്, പക്ഷേ തൻ്റെ മകൻ മാത്രമില്ല. അപ്പോൾ ഡാനി ബ്രദർ അമ്മയോട് പറഞ്ഞു, അമ്മ യേശുവിൻ്റെ സ്വപ്നം കാണാറുണ്ട്. ഒരുപാട് സന്തോഷത്തോടെ അമ്മ പറഞ്ഞു, കാണാറുണ്ട്, ദിവസവും കാണാറുണ്ട്. ഉടനെ ആശ്വസിപ്പിച്ചുകൊണ്ട് ബ്രദർ പറഞ്ഞത് ഇങ്ങനെയാണ്, യേശുവിനെ സ്വപ്നം കാണാറുണ്ട് എന്നതുകൊണ്ടാണ് മകനെ സ്വപ്നം കാണാത്തത്. മകൻ മരിച്ചു എന്നതിൻ്റെ അർത്ഥം അവൻ യേശുവിൻ്റെ ഹൃദയത്തിലാണെന്നാണ്. യേശുവിനെ സ്വപ്നം കണ്ടാൽ പിന്നെ എല്ലാവരും കണ്ടതുപോലെയാണ്. അതെ, കൊച്ചു കൊച്ചു സ്വപ്നങ്ങളിൽ നമ്മൾ ഭഗ്നാശരാകരുത്. നിത്യതയെ തൊടുന്ന യേശു നിറഞ്ഞ സ്വപ്നങ്ങളെ നമുക്ക് കാണാനാകണം. തീർച്ചയായിട്ടും ക്രിസ്മസ് എന്ന് വെച്ച സ്വപ്നങ്ങളുടെ രാത്രിയാണ്. ഒരുപാട് പേര് സ്വപ്നം കാണുന്നുണ്ട്. അച്ഛനായ ജോസഫ്, പൂജാരാജാക്കന്മാർ, അത് ദൈവം കൊടുത്ത വെളിപാടുകളായിരുന്നു, ഒരു നിയോഗം പൂർത്തിയാക്കാൻ. നമുക്കും രാസ്വപ്നങ്ങളിൽ ദൈവം ഇടപെടട്ടെ എന്ന പ്രാർത്ഥന. ഒരുപാട് കൊച്ചു കൊച്ചു സ്വപ്നങ്ങൾ കണ്ട് നാം മുന്നോട്ട് പോയാൽ അത് മരണത്തോടെ അവസാനിക്കും. ഹൗ മെനി ഡ്രീംസ് ആർ ലേ ബറീഡ് ഹിയർ എന്ന് എഴുതി വെച്ച ആ കല്ലറ ഓർക്കുക.
എല്ലാ കല്ലറയും ചേർക്കാവുന്ന ഉദ്ധരണി തന്നെ. നാം കാണുന്ന നിസ്സാരമായ സ്വപ്നങ്ങളെക്കൊടുവിൽ മണ്ണോടെ തീരും. അതിനപ്പുറം, മരണത്തിനുമപ്പുറം നിത്യതയെ തൊടുന്ന സ്വപ്നങ്ങൾ നിങ്ങൾക്കുണ്ടാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നത്, ആശംസിക്കുന്നത്. യാക്കോബ് കണ്ടല്ലോ ആ നിത്യതയെ തൊടുന്ന സ്വപ്നം, സ്വർഗീയ ഗോവണി, ദൈവദൂതന്മാർ താഴേക്കും മുകളിലേക്കും പോകുന്ന സ്വപ്നം. അതെന്താണ് പറയുന്നത്? നിങ്ങളുടെ കൂടെ കഷ്ടകാലത്തും സങ്കടത്തിലും ദുഃഖത്തിലും ദൈവമുണ്ടാകുമെന്ന ആശ്വാസത്തിൻ്റെ സ്വപ്നം. ആ സ്വപ്നമാണ് നമുക്കും കരുത്തായിട്ട് മാറേണ്ടത്. ജീവിതത്തിൽ കഷ്ടപ്പാടുണ്ടാകും, സ്വപ്ന തകർച്ചകളുണ്ടാകും, വേദനകളുണ്ടാകും. പക്ഷേ അതിന് മധ്യ ദൈവമുണ്ട്. ദൈവത്തെ ആരാധിക്കുക. നിശ്ചയമായും ദൈവം തരും കുറേ കൂടി സ്വർഗീയമായ സ്വപ്നങ്ങൾ. അത് നമുക്ക് വേണ്ടിയാണെങ്കിൽ അതിന് കീഴടങ്ങുക. തീർച്ചയായിട്ടും കുറേ കൂടി ഉദാത്തമായ ജീവിതം നയിക്കുവാൻ ദൈവം നമുക്ക് വഴി തുറന്ന് തരും ആ സ്വപ്നത്തിലൂടെ. പ്രാർത്ഥിക്കുക. ഈ നശ്വരമായ കൊച്ചു കൊച്ചു സ്വപ്നങ്ങൾക്കപ്പുറത്ത് അനശ്വരമായ സ്വർഗം തൊടുന്ന സ്വപ്നങ്ങൾ നിങ്ങൾക്കുണ്ടാകട്ടെ എന്ന് ദൈവം നമ്മളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.